ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നിനിയും 27ഉം 28ഉം 2 ശ്ലോകങ്ങൾ നോക്കാമെന്ന് കരുതുന്നു. നമുക്കാദ്യം 27ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർമുഹുർമുഹു ബോധ്യമാനൗ തദാ തേന കഥം ചിച്ചോത്ഥിതൗ ബലാത്. നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് 25ഉം 26ഉം ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടത് ഭക്തിദേവിയെ തൻ്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ ആ ഒരു ശക്തിയുടെ വൈഭവത്താൽ അതിനെ മനസ്സിലാക്കിയ ഭക്തിദേവി മുൻപത്തെ പോലെ തന്നെ ഉണർവ് നേടിയെടുക്കുന്ന ഇത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ആ ഭക്തിദേവിയുടെ അപേക്ഷ പ്രകാരം ഭക്തിദേവിയുടെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ ശ്രീ നാരദ മഹർഷി പാടുപെടുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് കണ്ടത്. ഇനി അടുത്തത് ഇതേ ശ്ലോകത്തിലും അപ്പോൾ പല മാർഗങ്ങൾ പ്രയോഗിച്ചു. ആദ്യം പതുക്കെ ഒന്ന് തട്ടി ഉണർത്താൻ നോക്കി, പിന്നീട് മുഖം കാതുകളോട് ചേർത്ത് വെച്ച് ഉറക്കെ വിളിച്ചുകൊണ്ട് ഉണർത്താൻ നോക്കി ജ്ഞാനവൈരാഗ്യങ്ങളെ. അപ്പോഴൊന്നും ഉണരാത്ത ഭക്തി പുത്രന്മാരെ ഇനി അടുത്തത് എങ്ങനെയാണ് ഉണർത്താൻ ശ്രമിച്ചത് ശ്രീ നാരദ മഹർഷി എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം. വേദവേദാന്ത ഘോഷൈശ്ച, വേദങ്ങളും വേദാന്തങ്ങളും, ഘോഷൈശ്ച, ഘോഷിക്കുക എന്നാൽ ഉറക്കെ ഉരുവിടുക, ഉറക്കെ പറയുക. ജ്ഞാനവൈരാഗ്യങ്ങളുടെ കാതുകളിൽ വന്ന വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ ഉറക്കെ ഉരുവിട്ടു. എന്നിട്ടും അനക്കമൊന്നുമില്ല, ഇവരുണരുന്നില്ല എന്ന് കണ്ടപ്പോൾ അടുത്തത് ഗീതാപാഠൈർമുഹുർമുഹു. ഗീത, ഭഗവത്ഗീതയിലെ പാഠങ്ങൾ, മുഹുർമുഹു, മുഹു മുഹു, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മുഹുർമുഹു. അപ്പോൾ ഗീതാപാഠൈഹി മുഹുഹു മുഹു, ഇങ്ങനെ 3 വാക്കുകൾ ചേരുമ്പോൾ ഗീതാപാഠൈർ മുഹുർമുഹു. ഭഗവത്ഗീതയിലെ പാഠങ്ങൾ, മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും, മുഹുർമുഹു വീണ്ടും വീണ്ടും. അപ്പോൾ അത് ഒരു തവണ പറഞ്ഞുകൊണ്ട് നിർത്തുകയായിരുന്നില്ല. വീണ്ടും 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 ആ ഭഗവത്ഗീതയിലെ പാഠങ്ങളൊക്കെ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കാതുകളിൽ ഉറക്കെ 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 അങ്ങനെ ഘോഷിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നാരദ മഹർഷി. അങ്ങനെ ബോധ്യമാനൗ തദാ തേന കഥഞ്ചിത് ചോത്ഥിതൗ ബലാത്. ബോധ്യമാനൗ എന്ന് പറഞ്ഞാൽ 2 പേരെയും ആ ഉറക്കത്തിൽ നിന്നും, ആ ക്ഷയത്തിൽ നിന്നും ഉണർത്താനായിട്ട് ശ്രമിച്ചപ്പോൾ, തഥാ അപ്പോൾ, തേന, തേന എന്നാൽ ശ്രീ നാരദ മഹർഷിയാൽ, കഥഞ്ചിത്, കഥഞ്ചിത് എന്നാൽ എപ്രകാരമാണോ, ചോത്ഥിതൗ എന്ന് പറഞ്ഞാൽ ച ഉത്ഥിതൗ എന്നുള്ളതാണ്. ചോത്ഥിതൗ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുകയും ചെയ്തു, എഴുന്നേറ്റു. എങ്ങനെ? ബലാത്, പ്രയാസപ്പെട്ട് എഴുന്നേറ്റു. അപ്പോൾ വേദാന്തങ്ങൾ മുഴുവനും ആ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കാതുകളിൽ ഉരുവിട്ടിട്ടും ഉണരാതെ ഇരുന്ന ആ ഭക്തിദേവിയുടെ പുത്രന്മാരെ പിന്നീട് ഉണർത്താൻ ശ്രമിച്ചത് ഭഗവത്ഗീതയിലെ പാഠങ്ങൾ വീണ്ടും 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 ഉരുവിട്ടുകൊണ്ടായിരുന്നു. അത് വളരെ ഉച്ചത്തിൽ തന്നെ അവരുടെ കാതുകളിൽ ഉരുവിട്ടുകൊണ്ട് ശ്രീ നാരദ മഹർഷി അവരെ ഉണർത്താൻ നോക്കിയപ്പോൾ എപ്രകാരമോ എങ്ങനെയാണ് എന്നറിയില്ല, അവർ 2 പേരും വളരെ പ്രയാസപ്പെട്ടൊന്ന് ഉണർന്നെഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത്തോടു കൂടിയാണ്, അവർക്ക് എഴുന്നേൽക്കാനാവുന്നില്ല. പക്ഷേ ആ ഭഗവത്ഗീതയിലെ പാഠങ്ങളുടെ ഭഗവത് വചനങ്ങളുടെ ശക്തി കാരണം എങ്ങനെയോ ഒന്ന് വളരെ പ്രയാസപ്പെട്ട് അവർ 2 പേരും ഒന്ന് എഴുന്നേറ്റു. നമ്മൾ ഭഗവത്ഗീത എന്ന ആ സുന്ദരമായ
ഭഗവാന്റെ മഹത് വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അത് ഉരുവിട്ടതുപോലും ഇതുപോലെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നിരുന്ന അർജുനനെ ഉണർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അഥവാ അർജുനനിൽ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടായിരുന്നു. ജ്ഞാനവൈരാഗ്യങ്ങളില്ലാത്ത വ്യക്തിയല്ല അർജുനൻ. പക്ഷെ അതിന് അപ്പോൾ ക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. തൻ്റെ ഉത്തരവാദിത്വം, യുദ്ധഭൂമിയിൽ തൻ്റെ കർത്തവ്യം എന്താണ്, തൻ്റെ ധർമ്മം എന്താണ് എന്ന് മറന്നുപോയി. ആ അറിവേ വിട്ടുപോയിരിക്കുന്നു അർജുനന്. തൻ്റെ ബന്ധുക്കളോടുള്ള, തൻ്റെ ഉറ്റവരോടുള്ള ആ മമതാബന്ധം കൊണ്ട് ജ്ഞാനം അന്ധമായി തീർന്നിരിക്കുന്നു. അതിന് കണ്ണു കാണാതെ ആയിരിക്കുന്നു, വൈരാഗ്യമില്ലാതെ ആയിരിക്കുന്നു. മറിച്ച് മമതാബന്ധം തൻ്റെ ധർമ്മജ്ഞാനത്തിനു മുകളിൽ സ്ഥാനമുറപ്പിച്ച സമയത്താണ് അർജുനന് സാക്ഷാൽ ഭഗവാൻ ശ്രീ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. അതിലൂടെ തൻ്റെ ധർമ്മം എന്താണ് എന്ന അറിവ് നന്നായി ഉള്ളിൽ ഉറയ്ക്കുകയും ആ വൈരാഗ്യബുദ്ധി, ആ മമതാബുദ്ധി ഇല്ലാതെയാവുകയും വൈരാഗ്യബുദ്ധി ഉറയ്ക്കുകയും ചെയ്തപ്പോൾ അർജുനൻ പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളെ ഭഗവത്ഗീത പാഠങ്ങളിലൂടെ ഉണർത്താനാകുമെന്ന് ഭഗവാൻ തന്നെ അർജുനൻ്റെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അത് ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ആ സാത്വിക ഭാവം അർജുനനിൽ മുൻപേ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിന് വളം ചേർത്ത് അതിനെ ഒന്ന് പോഷിപ്പിക്കുക മാത്രമേ വേണ്ടി വന്നുള്ളൂ ഭഗവത്ഗീത വചനങ്ങളിലൂടെ. ഈ ഭഗവാൻ അർജുനന് ഈ ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ ഒരു ലൈവ് ടെലികാസ്റ്റ് പോലെ ധൃതരാഷ്ട്രരുടെ കാതുകളിലേക്ക് അത് തൻ്റെ വ്യാസഭഗവാൻ കൊടുത്ത തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരുന്ന സഞ്ജയൻ അതേപോലെ ധൃതരാഷ്ട്രരോട് ഉപദേശിച്ചു കൊടുത്തപ്പോൾ സഞ്ജയൻ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്ന ഒരു മഹത് വ്യക്തിത്വത്തിനുടമയായി മാറി അർജുനനെ പോലെ. എങ്കിൽ ഉള്ളിൽ ആ സാത്വികത ഇല്ലാതെ ഇരുന്ന ധൃതരാഷ്ട്രരിൽ അല്പം പോലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഭഗവത്ഗീതയ്ക്കു പോലും ആയില്ല. അപ്പോഴും ധൃതരാഷ്ട്രർ തൻ്റെ മക്കളോടുള്ള, അല്ലെങ്കിൽ തൻ്റെ ചുറ്റിനും തൻ്റേതെന്ന് താൻ കരുതുന്ന തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള മമതാബന്ധത്തിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ആ നിമിഷം പോലും ഈ യുദ്ധം ഒഴിവാക്കാൻ ഒരു പക്ഷേ ധൃതരാഷ്ട്രർക്ക് കഴിയുമായിരുന്നു. പക്ഷേ തൻ്റെ പുത്രനോടുള്ള, ഈ ദുര്യോധനനോടുള്ള അന്ധമായ ആ സ്നേഹം, ആ മമതാബന്ധം തൻ്റെ ധർമ്മബോധത്തെ നശിപ്പിക്കുകയും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് തന്നെ വഴിതിരിച്ചു വിടുകയും ചെയ്തു എന്ന് ധർമ്മപുത്രർ അപ്പോൾ പോലും തിരിച്ചറിഞ്ഞില്ല. നോക്കൂ, ആ ഭഗവത്ഗീത ഒരു വ്യക്തിയുടെ ഉള്ളിൽ ചലനങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ മുൻപേ ഉള്ളിൽ സാത്വിക ഭാവമുണ്ടെങ്കിൽ ഭഗവത്ഗീത വളരെ എളുപ്പത്തിൽ തന്നെ ആ വ്യക്തികളിൽ പ്രവർത്തിച്ചു തുടങ്ങും. മറിച്ച് ആ സാത്വികത ഒട്ടുമില്ലാത്ത ഒരു വ്യക്തിയിൽ ഭഗവത്ഗീതയ്ക്ക് ചലനങ്ങൾ, ഭഗവത്ഗീതയ്ക്കു പോലും സാക്ഷാൽ ഭഗവാന്റെ തിരുമൊഴികളായിട്ടുള്ള ഭഗവത്ഗീതയ്ക്കു പോലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അത്രമാത്രം രജസ്തമോ ഗുണങ്ങളാൽ ബന്ധിതരാണ്, മായയാൽ മൂടപ്പെട്ടവരാണ് അവരുടെ ജ്ഞാനദൃഷ്ടി. ഇവിടെ അതേ ഭഗവത്ഗീത ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭഗവത്ഗീതയെ വീണ്ടും 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 പാരായണം ചെയ്തുകൊണ്ട് ഉറക്കെ ഘോഷിച്ചുകൊണ്ട് ശ്രീ നാരദ മഹർഷി അതേ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ നോക്കുമ്പോൾ വേദാന്തങ്ങൾ മുഴുവൻ പലവുരു തൻ്റെ കാതുകളിൽ ഉരുവിട്ട് കേട്ടിട്ടും ഉണരാതെ ഇരുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണരാതിരിക്കാൻ കഴിഞ്ഞില്ല ആ ഭഗവത്ഗീത കേട്ടപ്പോൾ. അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് എപ്രകാരമോ വളരെ ബുദ്ധിമുട്ടി ഒന്ന് ഉണർന്നെഴുന്നേറ്റു ജ്ഞാനവൈരാഗ്യങ്ങൾ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം.
വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർമുഹുർമുഹു ബോധ്യമാനോ തഥാ തേന കഥം ചിച്ചോത്ഥിതൗ ബലാത്. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ പാദത്തിൽ 2 വാക്കുകളേ ഉള്ളൂ. വേദവേദാന്ത ഘോഷൈശ്ച, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതേപോലെ ഗീതാപാഠൈർ മുഹുർമുഹു, അവിടെയും അവസാനം ഒരു വിസർഗവും കൂടിയുണ്ട്. അതും കൂടി പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്, അതിൽ ബുദ്ധിമുട്ട് വരാൻ വഴിയില്ല. ഇനി നമുക്ക് 28ാമത്തെ ശ്ലോകം നോക്കാം. നേത്രൈരനവലോകന്തൗ ജൃംഭന്തൗ സാലസാവുഭൗ ഭഗവത്പലിതൗ പ്രായഃ ശുഷ്കകാഷ്ഠസമാംഗകൗ. നമുക്ക് ആ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നേത്രൈരനവലോകന്തൗ, നേത്രൈഹി അനവലോകന്തൗ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് നേത്രൈരനവലോകന്തൗ. നേത്രൈഹി എന്ന് പറഞ്ഞാൽ കണ്ണുകളൊക്കെ ഇങ്ങനെ ആ ഉണർന്നെഴുന്നേറ്റ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കണ്ണുകളൊക്കെ അങ്ങനെ മിഴിച്ച് അനവലോകന്തൗ, അവലോകന്തൗ എന്ന് പറഞ്ഞാൽ നോക്കുക, അനവലോകന്തൗ നോക്കുന്നേയില്ല, കണ്ണുകൾ തുറന്നൊന്ന് നോക്കുന്നില്ല. ഉണർന്നെഴുന്നേറ്റുവെങ്കിലും കണ്ണുകൾ തുറക്കാനാവുന്നില്ല ജ്ഞാനവൈരാഗ്യങ്ങൾക്ക്. എന്നിട്ടോ ജൃംഭന്തൗ, ജൃംഭന്തൗ എന്ന് പറഞ്ഞാൽ കോട്ടുവായിടുക, കോട്ടുവായിട്ടും കൊണ്ട് സാലസാവുഭൗ, സ ആലസൗ ആണ് സാലസൗ, സാലസൗ ഉഭൗ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സാലസാവുഭൗ. സ അലസൗ, അലസൗ എന്ന് പറഞ്ഞാൽ അലസന്മാരായിട്ട്, ഉഭൗ എന്നാൽ അവർ 2 പേരും, അതായത് ജ്ഞാനവൈരാഗ്യങ്ങൾ വളരെ ആലസ്യത്തോടുകൂടി ഒരു അലസഭാവത്തോടുകൂടി കോട്ടുവായിട്ടുകൊണ്ട്, നമ്മളെപ്പോഴും പറയും കോട്ടുവായിടുന്ന എപ്പോഴും ഒരു അലസതയുടെ ലക്ഷണമായിട്ട് പറയാറുണ്ട് അല്ലേ. ഇവിടെ പറയുകയാണ് കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരുന്നെങ്കിലും ജ്ഞാനവൈരാഗ്യങ്ങൾ കണ്ണുകൾ തുറന്നു നോക്കാതെ കോട്ടുവായിട്ടും കൊണ്ട് ഒരു ആലസ്യഭാവത്തിൽ, അവരുടെ ആ ഒരു ആലസ്യം, ആ ഒരു ക്ഷീണം, ആ ഒരു ക്ഷയം, അത് നന്നായിട്ട് അവരുടെ ആ ഒരു ബാഹ്യമായ ശാരീരിക ഭാവങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ കോട്ടുവായിട്ടും കൊണ്ട് ഭഗവത് എന്ന് പറഞ്ഞാൽ കൊറ്റിയെ പോലെ, ഭഗം എന്നാൽ കൊറ്റിയാണ്. നമ്മൾ ബകാസുരൻ്റെ ഒക്കെ കഥ ഇനിയും വരുന്നുണ്ട്. കൊറ്റിയുടെ രൂപത്തിൽ വരുന്ന അസുരൻ്റെ കഥയൊക്കെ ഇനി നമുക്ക് ദശമത്തിൽ കാണാം. ഭഗവത് എന്ന് പറഞ്ഞാൽ കൊറ്റിയെ പോലെ, ഒരു വെള്ളക്കൊറ്റിയെ പോലെ. പലിതൗ എന്നാൽ രോമങ്ങളൊക്കെ, രോമങ്ങൾ എന്ന് പറഞ്ഞാൽ വെളുത്ത രോമങ്ങൾ. അപ്പോൾ രോമങ്ങളൊക്കെ ആകെ അങ്ങനെ വെളുത്തിരിക്കുന്നു. അപ്പോൾ വെള്ളക്കൊറ്റിയെപ്പോലെ രോമങ്ങളെല്ലാം വെളുത്തിരിക്കുന്നു. എങ്ങനെ? വളരെ പ്രായമേറിയവരെ പോലെ, പ്രായമേറിയവരുടെ രോമങ്ങളൊക്കെ വെളുത്തിരിക്കുന്നത് പോലെ. ഇപ്പോൾ കണ്ടാൽ ഒരു വെള്ളക്കൊറ്റിയെ പോലെയുണ്ട്, കാരണം ദേഹത്തുള്ള രോമങ്ങൾ മുഴുവൻ അങ്ങനെ വെളുത്തിരിക്കുന്നു. പിന്നെയോ ശുഷ്കകാഷ്ഠസമാംഗകൗ, ശുഷ്കകാഷ്ഠസമ അംഗകൗ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ശുഷ്കകാഷ്ഠസമാംഗകൗ. ശുഷ്കകാഷ്ഠസമ എന്ന് പറഞ്ഞാൽ, ശുഷ്ക എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്, കാഷ്ഠ എന്ന് പറഞ്ഞാൽ വിറകുകൊള്ളികൾ, സമ അതുപോലെ, അതിന് തുല്യമായിട്ട്. അപ്പോൾ ഉണങ്ങിയ വിറകുകൊള്ളികൾ പോലെ സമാംഗകൗ, അംഗകൗ എന്ന് പറഞ്ഞാൽ അംഗങ്ങളെല്ലാം. അപ്പോൾ ശരീരമാകെ, ഈ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ശരീരമാകെ ഉണങ്ങിയ വിറകുകൊള്ളികൾ പോലെ ആയിരിക്കുന്നു, അത്രമാത്രം ക്ഷീണിച്ചിരിക്കുന്നു. ദേഹത്തെ രോമമാകെയാണെങ്കിലോ നന്നേ പ്രായമായവരെ പോലെ വെളുത്തിരിക്കുന്നു.
ഇപ്പോൾ കണ്ടാൽ ഒരു വെള്ളക്കൊറ്റിയെ പോലെയാണ് രണ്ടുപേരെയും കണ്ടാൽ തോന്നിക്കുന്നത്. അവരാകട്ടെ ഇപ്പോഴും ആലസ്യത്തിൽ തന്നെയാണ്. ആ ഭഗവത്ഗീത പാഠങ്ങൾ കേട്ടപ്പോൾ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റു, എപ്രകാരമോ എങ്ങനെയോ ഒന്ന് ഉണർന്ന് എഴുന്നേറ്റുവെങ്കിലും അവർക്കിപ്പോഴും ആലസ്യം വിടാത്തത് കൊണ്ട് തന്നെ കണ്ണുകൾ തുറന്ന് ആരാണ്, എന്താണ് തൻ്റെ ചുറ്റിനുമുള്ളതെന്നോ എന്താണ് നടക്കുന്നതെന്നോ, തങ്ങളുടെ അമ്മ ചുറ്റിനും തൊട്ടടുത്ത് തന്നെ നിന്നിട്ടും അമ്മയെപ്പോലും ഒന്ന് നോക്കാൻ കഴിയാതെ, കണ്ണുകൾ തുറക്കാൻ കഴിയാതെ അങ്ങനെ കോട്ടുവായിട്ടുകൊണ്ട് ഒരു ഉറക്കത്തിൻ്റെ ഭാവം, ഒരു ആലസ്യത്തിൻ്റെ ഭാഷ ശരീരത്തിലൂടെ ശരീരം അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. നന്നേ പ്രായമായവരെ പോലെ ക്ഷീണിച്ചിരിക്കുന്നു. ക്ഷീണം ശരീരത്തിനുള്ളതുപോലെ തന്നെ മനസ്സിലും പടർന്നതുകൊണ്ടാണ് എഴുന്നേറ്റിരുന്നിട്ടും കണ്ണു തുറക്കാൻ കഴിയാതെ പോയത്. ശരീരത്തിൻ്റെ അവശതകളേക്കാൾ ശരീരത്തെ തളർത്തുന്നത് മനസ്സിൻ്റെ അവശതകളാണ്, കഷ്ടതകളാണ്. മനസ്സ് ശക്തി പ്രാപിച്ചാൽ ശരീരം താനെ പുഷ്ടിപ്പെടും. അതാണ് ഭക്തിദേവിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. മനസ്സിനെയാണ് ഉണർത്തിവിട്ട് തൻ്റെ ശക്തി തിരിച്ചറിയിച്ചുകൊണ്ട് മനസ്സിന് ആ ശക്തി പകർന്നു കൊടുത്തപ്പോൾ നാരദ മഹർഷി ആ മനസ്സിലേക്കാണ് ആ ഒരു മരുന്ന് പ്രയോഗം നടത്തിയത്, അല്ലേ? തൻ്റെ ശക്തി തിരിച്ചറിയിക്കുക എന്നുള്ള ഒരു പ്രയോഗം. അവിടെ അത് മനസ്സിനെ ശക്തിപ്പെടുത്തിയത് കൊണ്ട് ഭക്തിദേവി എളുപ്പം തന്നെ മുൻപത്തെ പോലെ തന്നെ പുഷ്ടിപ്പെട്ടു. ഇവിടെയാകട്ടെ ആ കേട്ട ഭഗവത്ഗീതയിലെ പാഠങ്ങൾ മനസ്സിന് ഒരല്പം ഉണർവ് നൽകി ഒന്ന് ഉണർന്നെഴുന്നേറ്റുവെങ്കിലും പൂർണ്ണമായും മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ, മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആലസ്യഭാവം ശരീരമാകെ വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് കണ്ണ് തുറന്നൊന്ന് നോക്കുക പോലും ചെയ്യാതെ ആലസ്യത്തിലേക്ക് വീണ്ടും മടങ്ങാനുള്ള ഒരു ഭാവമാണ് ഇപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളിൽ കാണുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. നേത്രൈരനവലോകന്തൗ ജൃംഭന്തൗ സാലസാവുഭൗ ഭഗവത് പലിതൗ പ്രായഃ ശുഷ്കകാഷ്ഠസമാംഗകൗ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ പാദത്തിൽ നേത്രൈരനവലോകന്തൗ, അതിൽ അനവലോകന്തൗ ആയതുകൊണ്ട് രായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ അടുത്തത് ജൃംഭന്തൗ, അവിടെ ഭ, അത് ഖരാക്ഷരമായതുകൊണ്ട് തന്നെ ഒരല്പം കട്ടിയിൽ വായിക്കുക. അടുത്തത് സാലസാവുഭൗ, അവിടെയും ഉഭൗ എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വിസർഗമുണ്ട്, പ്രായ, അവിടെ പകുതി ഹകാരത്തിൽ വായിക്കുക. അടുത്തത് ശുഷ്കകാഷ്ഠസമാംഗകൗ, അവിടെ ഠ, അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടായല്ല, ശുഷ്കകാഷ്ഠസമാംഗകൗ, ഗായും കായുമാണ്, അതും ഉച്ചരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.